ജീവിതത്തിൻ്റെ ദൈർഘ്യമല്ല ജീവരേഖ സൂചിപ്പിക്കുന്നത്. ജീവിതത്തിൻ്റെ മേന്മയും ശൈലിയും രീതിയുമൊക്കെയാണ്. നമ്മുടെ ഉന്മേഷം, ഊർജ്ജസ്വലത, ചൊടി, ചുണ, മനഃശക്തി, ആത്മവിശ്വാസം, യുക്തിഭദ്രത, ന്യായാന്യായ വിവേചനം ഇവയൊക്കെ ജീവിതരേഖ നിർണ്ണയിക്കും. ഓരോരുത്തർക്കും വ്യത്യസ്തമായ ജീവരേഖയാണുള്ളത്. അത് ഏതൊക്കെയെന്നും എന്തൊക്കെയെന്നും മനസ്സിലാക്കാം. തടിച്ച് ആഴത്തിലുള്ള ജീവരേഖ. നല്ല ആരോഗ്യമുണ്ട് എന്നുള്ളതിന് തെളിവാണിത്. ധാരാളം കാര്യങ്ങൾ, പ്രത്യേകിച്ചും ഭാരിച്ച ചുമതലകൾ ഈ രേഖയുള്ളവർക്ക് നിർവഹിക്കാനുണ്ട്. നിങ്ങൾക്ക് ആന്തരികമായ കരുത്തും സഹനക്ഷമതയും വളരെയേറെ ഉണ്ടെന്നുള്ളതാണ് ഇത്തരത്തിലൊരു ജീവരേഖ സൂചിപ്പിക്കുന്നത്. മാനസിക പ്രശ്നങ്ങളൊക്കെ വളരെ നിസ്സാരമായി നിങ്ങൾ തള്ളിക്കളയുകയും അവഗണിക്കുകയും ചെയ്യുന്നത് കണ്ട് മറ്റുള്ളവർ അസൂയപ്പെടും. നിങ്ങളുടെ സാന്നിധ്യം തന്നെ ആത്മവിശ്വാസം പകർന്നു നൽകാൻ പര്യാപ്തമാണ്. കഠിനമായ അധ്വാനത്തിന് പാകമായ ശരീരഘടനയാണെങ്കിലും കഫസംബന്ധമായ അസുഖങ്ങൾ, പ്രത്യേകിച്ചും തൊണ്ട, ശ്വാസകോശം, സ്വനതന്തുക്കൾ എന്നിവയ്ക്കുള്ള നീർവീഴ്ച, ഇൻഫെക്ഷനുകൾ എന്നിവയ്ക്ക് സാധ്യത ഏറെയാണ്. അടുത്തത് നേർത്ത ജീവരേഖ. ജീവരേഖ നേർത്ത് മെലിഞ്ഞതാണെങ്കിൽ നിങ്ങൾ ഒരന്തർമുഖനാണെന്ന് നിശ്ചയമായും കരുതാം. ഉൾവലിഞ്ഞു നിൽക്കുന്ന നിങ്ങൾ ബാഹ്യലോകത്ത് നിന്നകന്ന് ഒരു പടച്ചട്ടയ്ക്കുള്ളിലേക്ക് ഒതുങ്ങും. അമിത ഉത്കണ്ഠ, അമിത ജോലി എന്നിവയിൽ നിന്ന് നിങ്ങളുടെ ഈ പുറംതോട് നിങ്ങളെ കാത്തുകൊള്ളും. എളുപ്പം ഉപയോഗിച്ച് തീരും എന്ന് ഭയന്ന് നിങ്ങളുടെ ഊർജ്ജസ്വലത നിങ്ങൾ സ്വയം നിയന്ത്രിക്കും. അങ്ങനെ ജീവിതം കുറച്ചുകൂടി ആരോഗ്യകരവും സമ്പുഷ്ടവും സൃഷ്ടിപരവുമാകും എന്ന് നിങ്ങൾ വിശ്വസിക്കും. പക്ഷേ പലപ്പോഴും അത് തെറ്റാണെന്ന് കാലം തെളിയിക്കും. വേണ്ടിടത്ത് മികവും മിഴിവും തെളിയിക്കാൻ നിങ്ങൾ പണിപ്പെടാത്തത് കാരണം വിജയവും അംഗീകാരവും നിങ്ങളെ കൈവെടിഞ്ഞേക്കും. ഇനി അടുത്തത് കഷ്ടിച്ചു മാത്രം കാണാൻ പറ്റുന്ന ജീവരേഖ. ഇങ്ങനെയാണ് നിങ്ങളുടെ ജീവരേഖയെങ്കിൽ ജീവിതത്തിൽ മിക്ക കാര്യങ്ങളിലും സജീവമായി ഇടപെടാതെ നിങ്ങൾ ഒഴിഞ്ഞു നിൽക്കും. പല കാര്യങ്ങളും പാപമാണെന്നൊക്കെ ചിന്തിച്ച് കുറ്റബോധത്താൽ പല പ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കും. ജീവിതം ആസ്വദിക്കാതെ ഒരു ഭാരമായി കരുതി ഇഴഞ്ഞിഴഞ്ഞ് അത് തള്ളിവിടുന്ന ഒരാളുടെ കൈയാണിത്. ജീവിതത്തിൽ കുറച്ചുകൂടി ശ്രദ്ധിക്കുകയും ബോധപൂർവം ജീവിക്കുകയും എല്ലാ വെല്ലുവിളികളും ഏറ്റെടുക്കുകയും ചെയ്തു നോക്കുക. അപ്പോൾ മെലിഞ്ഞ് ശരിക്ക് കാണാൻ സാധിക്കാത്ത നിങ്ങളുടെ ജീവരേഖ പുഷ്ടി പ്രാപിക്കുന്നതും നല്ല വളർച്ച അതിനുണ്ടായി വരുന്നതും നിങ്ങൾക്ക് തന്നെ അനുഭവവേദ്യമാകും. അടുത്തത് ചെറിയതും തോട് പോലെ ആഴത്തിൽ കോറിയിട്ടിട്ടുള്ളതുമായ ജീവരേഖ. ചെറിയ തോട് പോലെ ആഴത്തിൽ കോറിയിട്ടിട്ടുള്ള ജീവരേഖ മനോവികാരങ്ങളെ കർശന നിയന്ത്രണത്തിൽ നിർത്തുന്ന ഒരാളുടെ കയ്യിൽ കാണുന്ന ഒന്നാണ്. സ്വന്തം പ്രവർത്തനങ്ങളിൽ തൃപ്തിയും അംഗീകാരലബ്ധിയുമൊക്കെ കിട്ടും. താൻ പിടിച്ച മുയലിന് 3 കൊമ്പുണ്ടെന്ന് സമർത്ഥിക്കുന്ന ഇവർക്ക് തൻ്റെ വാക്കാണ് എല്ലാത്തിൻ്റെയും അവസാന വാക്ക് എന്ന നിലപാടുണ്ടാകും. അത് തെറ്റാണെന്ന് തെളിയുമ്പോൾ വഴക്കും വാഗ്വാദങ്ങളും ഉണ്ടാകും. ഇത് തന്നെയാണ് നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള തടസ്സവും. കുറച്ചുകൂടി നയപരമായി പെരുമാറിയാൽ നന്ന്. അടുത്തത് വണ്ണവ്യത്യാസമുള്ള ജീവരേഖ. ഇടയ്ക്കിടെ തടിച്ചും ഇടയ്ക്ക് മെലിഞ്ഞതും ആഴം കുറഞ്ഞതുമായ ജീവരേഖയുള്ളവർ അടക്കി നിർത്തിയിരിക്കുന്ന വികാരങ്ങളെ കാണിക്കുന്നു. സ്നേഹമോ വെറുപ്പോ കോപമോ എന്തു ആയിക്കൊള്ളട്ടെ, ധൈര്യപൂർവം അത് പ്രകടിപ്പിക്കുക. തന്നെ അലോസരപ്പെടുത്തുന്നവരോട് പറ്റില്ല എന്ന് പറയാൻ മടി കാണിക്കേണ്ട. വികാര വിചാരങ്ങൾക്കുമേൽ കർശന നിയന്ത്രണം പാലിക്കുമ്പോൾ നിങ്ങൾ ചില സന്ദർഭങ്ങളിൽ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് മനസ്സിനെ സ്വതന്ത്രമായി വിടുക. വെറുപ്പും വിദ്വേഷവും മനസ്സിൽ കെട്ടിക്കിടക്കാതെ ഒലിച്ചു പോകട്ടെ. അടുത്തത് നീളമുള്ള ജീവരേഖ. വെട്ടും കുത്തും അശേഷമില്ലാത്ത ഒത്ത നീളമുള്ള ജീവരേഖ ആരോഗ്യമുള്ള ജീവിതത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ നിങ്ങളുടെ ഊർജവും അഭിരുചിയുമൊക്കെ യഥാവിധി വിനിയോഗിക്കണമെന്ന് മാത്രം. അനശ്വതയിലേക്കും സുഖസമൃദ്ധിയിലേക്കുമൊക്കെയുള്ള ഒരു സൗജന്യ ടിക്കറ്റൊന്നുമല്ല ഈ രേഖയെന്ന് ചുരുക്കം. മനസ്സിനെയും ശരീരത്തെയും വ്യായാമത്താൽ ദൃഢമാക്കുകയും
പരിപോഷിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളത് സ്പഷ്ടം.